ഹായ്, നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഓൾറെഡി അത് എന്താ മീനിങ് എന്നുള്ള അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. എന്താണ് പറയുന്നത്? പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ മീനിങ് ആണല്ലേ. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ദി എക്കണോമിക് ഇഷ്യൂസ് ആസ് ദേ ഹാപ്പൺ. നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ് നമ്മൾ ഡീല് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻസ് ആണ്. ഓക്കെ, അത് നടക്കുന്ന കാര്യമല്ല അവർ പറയുന്നത്. അവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ നടന്ന ഒരു സംഭവത്തിന് നമ്മുടെ ഒപ്പീനിയൻ ആണ് നമ്മൾ അവിടെ പറയുന്നത്. ഇനി അടുത്തത് ഡിസ്ക്രിപ്ഷൻ മെയിൻ ആയിട്ടും ഇവിടെ വരുന്നത് വാട്ട് വാസ്, വാട്ട് ഈസ് ആൻഡ് വാട്ട് വിൽ ബി. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. എന്ത് പണ്ട് നടന്നൊരു സംഭവം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സംഭവം എന്നുള്ള രീതിയിലാണ് എവിടെ വരുന്നത്? പോസിറ്റീവ് എക്കണോമിക്സിൽ വരുന്നത്. നമ്മൾ നോർമേറ്റീവ് എക്കണോമിക്സിൽ അത് വാട്ട് ഔട്ട് ടു ബി ഓർ വാട്ട് ഷുഡ് ബി, എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് എന്താണ് വാട്ട് ഔട്ട് ടു ബി ഓർ വാട്ട് ഷുഡ് ബി. ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് ആ ഒരു നെറേറ്റീവ് ആണ് എവിടെ വരുന്നത്? നോർമേറ്റീവ് എക്കണോമിക്സിൽ വരുന്നത്. ഇനി പോസിബിലിറ്റി ഓഫ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ വെരിഫയബിൾ ഫോർ ട്രൂത്ത്. എന്തെങ്കിലും ഒരു സംഭവം നടന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എന്താണ് വെരിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് 15 ആണെന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്റ്റ് ആണല്ലേ. അത് പണ്ട് നടന്നൊരു സംഭവമാണ്, അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനിപ്പോൾ പറയുവാണ് ഓഗസ്റ്റ് 14 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത് പറയുന്നത് അതിൻ്റെ ഒപ്പീനിയൻ ആണ്. ഓക്കെ, അത് വെരിഫൈ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂഷൻ. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ജഡ്ജ്മെന്റ് അല്ലേ. വാല്യൂ ജഡ്ജ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാക്ട് ആൻഡ് ഫിഗർ മാത്രമാണ് പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത്. പക്ഷെ നോർമേറ്റീവ് എക്കണോമിക്സിൽ എന്താണ് വരുന്നത്? ജഡ്ജ്മെന്റും കാര്യങ്ങളും വരും. ഇനി ക്ലാസിഫിക്കേഷൻ ആസ് ട്രൂ ഓർ ഫോൾസ്. പോസിറ്റീവ് എക്കണോമിക്സ് എപ്പോഴും ട്രൂ ആവണം എന്നുള്ളതില്ല. ഓക്കെ, സെയിം കാര്യം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാം, ഫാക്ട് ആൻഡ് ഫിഗർ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. പക്ഷെ അത് എന്താണ് എപ്പോഴും ട്രൂ ആവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് പോപ്പുലേഷൻ ഓഫ് USA is more than population of India. ആരെങ്കിലും പറഞ്ഞ ഒരു സംഭവമാണെന്ന് വിചാരിച്ചു. ഓക്കെ, അവർ ഒപ്പീനിയനോ കാര്യങ്ങളോ അല്ല പറയുന്നത്, അവരൊരു ഫാക്ടോ ഫിഗർ ആയിട്ട് കാര്യം പറയുന്നതാണ്. പക്ഷെ അത് ആക്ച്വലി ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇസ് മോർ ദാൻ USA ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പോപ്പുലേഷൻ ഓഫ് USA ഇസ് മോർ ദാൻ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മളതൊരു ഫാക്ടോ ഫിഗർ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അത് ട്രൂ ആണോ? അല്ല. ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് അതിന് ഒരിക്കലും ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് ആൾക്കാരുടെ ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എന്താണ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയില്ല. ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ എടുക്കാം. ഇനി എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തേക്കുന്നത് പ്രൈസസ് ഇൻ ഇന്ത്യൻ എക്കണോമി ആർ കോൺസ്റ്റന്റ്ലി റൈസിങ്, ദർ ആർ ഇൻഇക്വാളിറ്റീസ് ഓഫ് ഇൻകം ഇൻ ആൻ എക്കണോമി. ഇതെല്ലാം എന്താണ്? ഫാക്റ്റ് ആണ് അല്ലേ. ഇന്ത്യൻ എക്കണോമിയിൽ നമ്മുടെ പ്രൈസസ്, ഓരോ സാധനത്തിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇൻകമിന്റെ ഇൻഇക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഇതെല്ലാം ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അതൊന്നും ആരുടെ ഒപ്പീനിയനോ കാര്യങ്ങളോ അല്ല. പക്ഷേ നെക്സ്റ്റ് നോർമേറ്റീവ് എക്കണോമിക്സിൽ നോക്കിക്കേ, ഇന്ത്യ ഷുഡ് ടേക്ക് സ്റ്റെപ്സ് ടു കൺട്രോൾ അല്ലേ. ഞാൻ ഇവിടെ പറയുവാണ്, ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഫാക്റ്റ് ആണ്. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞ എന്താണ്? ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് അതിന് വേണ്ടി മെഷേഴ്സ് എടുക്കണം എന്ന് ഞാൻ പറയുന്നത് അതിന്റെ ഒപ്പീനിയൻ ആണ്. അതേപോലെ ഇൻഇക്വാളിറ്റീസ് ഉണ്ട്, ഇൻകത്തിന്റെ ഇൻഇക്വാളിറ്റീസ് ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണ്. പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. പക്ഷേ ഞാൻ അടുത്തൊരു പറയുവാണ്, ഇൻഇക്വാളിറ്റീസ് നമ്മൾ കുറയ്ക്കണം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതെന്റെ ഒപ്പീനിയൻ ആണ്, എന്റെ ജഡ്ജ്മെന്റ് ആണ്. അത് വരുമ്പോൾ നോർമേറ്റീവ് എക്കണോമിക്സ് വരും. ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിഫിക്കേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് വിത്ത് ആക്ച്വൽ ഡേറ്റ. ഞാൻ പറഞ്ഞ പോലെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നമുക്ക് ഡേറ്റ നോക്കിയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ നോർമേറ്റീവ് എക്കണോമിക്സിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വൽ ഡേറ്റയോ കാര്യങ്ങളോ എൻ്റെ ഒപ്പീനിയൻ ആണ്. ഞാൻ പറയുവാണ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് പറയുന്നത് അത് നടക്കുവാണെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആണെന്നുള്ള രീതിയിൽ പറയാം. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫോൾസ് എന്നുള്ള രീതിയിലേ വരത്തുള്ളൂ. സോ നമുക്ക് ഒരിക്കലും നോർമേറ്റീവ് എക്കണോമിക്സ് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയൊരു സിമ്പിൾ ഒരു ടോപ്പിക്കാണ്. പക്ഷേ വളരെ ഇതായിട്ട് നമ്മൾ നല്ല മീനിങ് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആ ചാനൽ. ആൻഡ് അതേപോലെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, +1 +2 സ്റ്റുഡൻസിന് വേണ്ടിയും ഉണ്ട്. സോ അതും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.